നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാലാമത്തെ ദിവസത്തിന്റെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എക്കണോമിക്സ് ഒന്ന് തൊടാൻ പോവുകയാണ്. എക്കണോമിക്സിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന കുറച്ച് പോർഷൻസ് ആണ് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, അതുപോലെ 5-year പ്ലാൻ, നീതി ആയോഗ്, ടൈപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ റിസർവ് ബാങ്കും അതിന്റെ ഫംഗ്ഷനും. ഇത് ഇല്ലാത്ത ചോദ്യ പേപ്പർ ഇല്ല. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖല മാത്രം ഒന്ന് നോക്കി ആദ്യത്തെ ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും സേഫ്. അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് കേട്ടോ. അപ്പൊ ഹിസ്റ്ററി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ ഒന്ന് തൊട്ട് പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന പോയിന്റ്സ് എല്ലാം ഈ ഒരു 24 hours പഠിക്കുക. അപ്പൊ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ആയിക്കോട്ടെ, 5-year പ്ലാനിങ് ആയിക്കോട്ടെ, നീതി ആയോഗ് ആയിക്കോട്ടെ, റിസർവ് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് ടെലഗ്രാമിൽ കൊടുത്തിരിക്കാം, വേണ്ടവർ കയറി നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം എന്തൊക്കെ കിട്ടുമോ ഇതിനെ പറ്റിയിട്ട് അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. 5-year പ്ലാൻ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. നീതി ആയോഗിന്റെ പുതിയ കാര്യങ്ങൾ വരെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ ബാങ്കിങ്ങിന്റെ, റിസർവ് ബാങ്കിന്റെയും ബാങ്കിങ്ങിന്റെയും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കിട്ടുന്ന സമയമൊക്കെ മാക്സിമം ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് നാളെ വരെ ഒന്ന് യൂസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയും, അതായത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയും. നിങ്ങൾ പേപ്പറിൽ ഒന്ന് ആൻസർ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് വേൾഡ് വാർ 2. വേൾഡ് വാർ 2 പറ്റിയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ, ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ദ ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈസ്. ഓപ്ഷൻ ബി, ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ ഫോം ദ ആക്സിസ് പവർ. Option C, the Allies included the USA, England, Soviet Union and France. Option D, the Second World War began with Japan attacking Poland. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. കൃത്യമായിട്ട് വായിച്ചു നോക്കുക. നമ്മൾ ഇന്നലെ രാത്രി കൂടെ ചർച്ച ചെയ്തതാണ്. സെക്കൻഡ് വേൾഡ് വാറിനകത്ത് ആക്സിസ് പവേഴ്സും അലൈസ് പവേഴ്സും തമ്മിലായിരുന്നു യുദ്ധം. ആക്സിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഉണ്ടായിരുന്നു. അലൈസിനകത്ത് USA, ഇംഗ്ലണ്ട്, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്. അതായത് തുടക്കത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പുറത്തോട്ട് മൊത്തത്തിൽ നമ്മള് എന്താണ് സഖ്യകക്ഷികളുടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയത് തന്നെ ജപ്പാൻ പോളണ്ടിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ്. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ആൻസർ എഴുതുക. 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ കീ പ്രിൻസിപ്പിൾ താഴെ പറയുന്നതിനകത്ത് ഏതാണ്? ഓപ്ഷൻ എ, നോൺ അലൈൻമെന്റ്, ചേരിചേരായ്മയാണ്. ഓപ്ഷൻ ബി, മിലിറ്ററി അഗ്രഷൻ. ഓപ്ഷൻ സി, എക്കണോമിക് ഐസൊലേഷൻ. ഓപ്ഷൻ ഡി, റീജിയണൽ ഹെജ്മണി. ഇതിനകത്ത് ഏതാണ് കീ പ്രിൻസിപ്പിൾ? ഫോറിൻ പോളിസിയുടെ കീ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ചെയ്ത്. 3, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു മെത്തേഡ് ഓഫ് എക്സ്ട്രീമിസ്റ്റ് ലീഡർ. എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിന്റെ മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, they were very vocal in their opposition to the British rule, unlike the moderate who had faith in British justice. അതായത് അവര് അവരുടെ ഒപ്പോസിഷനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കാര്യത്തിനെല്ലാം അവര് തുറന്നു പറഞ്ഞുകൊണ്ട് നടന്നു. എന്നാൽ മോഡറേറ്റ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ജസ്റ്റിസിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. മിതവാദികൾ, തീവ്രവാദികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. 2, they took pride in Indian culture and history. They looked at the ancient scriptures for inspiration and courage. അവർക്ക് ഇന്ത്യൻ കൾച്ചറിനകത്തും ഹിസ്റ്ററിക്കകത്തും ഒക്കെ ഭയങ്കരമായിട്ടുള്ള അഭിമാനം ഉണ്ടായിരുന്നു. അതുപോലെ അവര് പണ്ട് കാലത്ത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ തന്നെ അവരുടെ കറേജിനും ഇൻസ്പിറേഷനും വേണ്ടിയിട്ടൊക്കെ എന്താണ് നോക്കി കണ്ടിരുന്നു. ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് പാർട്ടീഷൻ ഓഫ് ബംഗാൾ? 1905. It is separated Bengal into largely Muslim western areas from the largely Hindu western areas. 2, the partition plan was executed by Lieutenant General Michael O'Dwyer when Lord Hanbridge was Viceroy of India. Select the correct answers using the code given below. 1 മാത്രം ശരി. ഏതാണ് ശരി എന്നാണ്? 1 മാത്രം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം തെറ്റാണ്. ബംഗാൾ പാർട്ടീഷൻ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മോർലി മിന്റോ റീഫോംസ്? 1919 മോർലി മിന്റോ റീഫോംസിനെ പറ്റിയിട്ടാണ്. 1, ഇറ്റ് കൺസിഡറബിളി ഇൻക്രീസ് ദ സൈസ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബോത്ത് സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ. സെൻട്രൽ പ്രൊവിൻഷ്യലിനെ
ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ വിത്ത് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് ദ വൈസ്രോയ് ആൻഡ് ഗവർണർ. സെലക്ട് ദി കറക്റ്റ് ആൻസേഴ്സ് യൂസിംഗ് ദ കോഡ്ഗ്യുലോ. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റാണ്. ഇത് ശരിയാണ്. അല്ല 9. ആൻസർ പറഞ്ഞോട്ടെ. ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയാണ്. സോ ഇതെല്ലാം സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2 ഓപ്ഷൻ എ ആണ്. അടുത്തത് മൂന്നാമത്തത് ഓപ്ഷൻ സി ആണ്. രണ്ടും ശരി. നാലാമത്തതും ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തത് ഓപ്ഷൻ എ ആണ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയാം. നിങ്ങൾ ആൻസർ എഴുതാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെ മനസ്സിലൊന്ന് പറയാം. ആൻസർ എന്താ? 1914 ജൂൺ മാസം 28-നാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം നടന്നത്, അല്ലെങ്കിൽ ആ നടന്ന ഒരു സമ്മേളനം ഉണ്ടല്ലോ, അതിന്റെ പേര്. ആൻസർ ബാന്തൂങ് അല്ലെ? ബാന്തൂങ്ങിലാണ്. ബാന്തൂങ് എവിടെയാ? ഇന്തോനേഷ്യയിലായിരുന്നു. അടുത്തത് ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യത്തെ സമ്മേളനം നടന്ന സ്ഥലം ഏതാ? ബെൽഗ്രേഡ് ആണ്. ആദ്യമായി സമ്മേളനം നടന്നത് ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സിമ്പിൾ ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു, ചൗ എൻ ലായ്. ചൗ എൻ ലായ് ആരാ? ചൈനീസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അതുപോലെ ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ആദ്യമായി ചേരിചേരാ നയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൻസർ വി കെ കൃഷ്ണമേനോനാണ്. എന്നാണ്? 1953 UN പ്രസംഗത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു ചേരിചേരാ നയം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്കണോമിക്സുമായിട്ട് കാണാം. ഇന്ന് കിട്ടിയ മാർക്ക് എത്രയാണെന്ന്, അതായത് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ അകത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയതിന്റെ എത്ര ആൻസേഴ്സ് ഉണ്ടോ അതൊന്ന് കമന്റും കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് മാക്സിമം ഞാൻ പറഞ്ഞു വീഡിയോസ് തരാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കൊച്ചൊരു വീഡിയോ ആയിട്ട് ക്വിക്ക് പോയിന്റ്സ് എന്നോ അല്ലെങ്കിൽ ക്വിക്ക് റിവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നത് മാത്രമായിരിക്കും വീഡിയോ ആയിട്ട് ഇനിയും ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.